അയാൾ തള്ളിയിട്ടതാണ്, ചവിട്ടി തള്ളിയിട്ടതാണ്. അവിടെ നിന്ന് ആ വേറെ മെമ്മോയിൽ പരക്കല റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്നു. അവിടെ നിന്നാണ് ഞാൻ മിഷൻ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അവിടെ നിന്നാണ് ഇൻക്യുബേറ്ററെല്ലാം ചെയ്ത് വെന്റിലേറ്ററാക്കി ഇവിടെ കൊണ്ടുവന്നു. ബോധാവസ്ഥയിലാണ്. ബോധാവസ്ഥയിലാണ്. ആരൊക്കെയാണ് കൂടെ വന്നത്? കൂടെ വന്നത് പോലീസുകാരാണ് വന്നത്. ബന്ധുക്കളൊന്നുമില്ല. ബന്ധുക്കളൊന്നും വന്നിട്ടില്ല. വർക്കല സ്റ്റേഷനിലാണ് അങ്ങോട്ട് കൊണ്ടുപോയത്. വർക്കല റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് മിഷൻ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയത്. ആ സമയത്ത് ബോധമില്ലേ? ആ സമയത്ത് ബോധമില്ല. വരുമ്പോഴും ബോധമില്ല. തലയ്ക്ക് നല്ല ഇഞ്ചറി ഉണ്ട്. തലക്കാണ് ഇഞ്ചറി. തലയ്ക്ക് ഗുരുതരമായ പരിക്കുണ്ട് എന്നുള്ളതായിരുന്നു ആംബുലൻസ് ഡ്രൈവറുടെ പ്രതികരണം. ഇപ്പോഴെന്തായാലും ഒരു അപകടാവസ്ഥ തരണം ചെയ്തിട്ടുണ്ട് ശ്രീകുട്ടി എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസം നൽകുന്ന കാര്യം. രാഹുൽ ജിനാഥ് തുടരുന്നുണ്ട്. രാഹുൽ, ഗുരുതര പരിക്കുണ്ടെങ്കിൽ പോലും അപകടനില തരണം ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തൊക്കെ തുടർ ചികിത്സകളായിരിക്കും ശ്രീകുട്ടിക്ക് വേണ്ടിവരിക? എന്തായാലും ഇന്നലെ അടിയന്തര ശസ്ത്രക്രിയ വേണ്ട, അതിലേക്ക് പോകണ്ട എന്നുള്ള തീരുമാനമെടുത്തു എന്നാണ് RPF നമ്മോട് അറിയിച്ചത്. കാരണം ഈ ഡോക്ടർമാർ ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. ഒരുപക്ഷെ ഇന്നാകും ഇതുമായി ബന്ധപ്പെട്ടൊരു അറിയിപ്പ് നമുക്കുണ്ടാകുക. ഇന്നലെ പ്രതികരിച്ചത് RPF തന്നെയാണ്. RPFന്റെ ഉന്നത ഉദ്യോഗസ്ഥർ എത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പരിശോധിച്ച ശേഷമാണ് നമ്മോട് പ്രതികരിച്ചത്. ആ പ്രതികരണം പോലും ഹ്രസ്വമായിരുന്നു. പ്രതികരിക്കുമ്പോൾ ആശ്വാസമായി നമുക്ക് പങ്കുവയ്ക്കാനുള്ള ഒരു വരി പറഞ്ഞതുപോലെ എത്തിയ ഘട്ടത്തിലുള്ള ആരോഗ്യസ്ഥിതിയല്ല, നിലവിലെ ആരോഗ്യസ്ഥിതി തൃപ്തികരമാണ്. ഒപ്പം ആദ്യഘട്ടത്തിൽ വെന്റിലേറ്റർ സഹായത്തിലാണ് ചികിത്സ തുടരുന്നതെങ്കിൽ ഇപ്പോൾ വെന്റിലേറ്ററിന്റെ സഹായവും ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. നിലവിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മൾട്ടി സ്പെഷ്യാലിറ്റി ICUവിലാണ് നിലവിൽ ശ്രീകുട്ടി ഉള്ളത്. ഏതായാലും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശങ്കയായി നമുക്ക് നിന്നത്. കാരണം ഈ അതിക്രമം ഉണ്ടാകുന്നു പ്രതി കൊച്ചുവേളി സ്റ്റേഷനിൽ വെച്ച് തന്നെ സഹയാത്രികരുടെ സഹായത്തോടു കൂടി പോലീസിന് പിടികൂടാൻ കഴിയുമ്പോഴും പിന്നീട് ആശങ്കയായി നിന്നത് വഴിയിലെവിടെയോ, അതായത് വർക്കല ഭാഗത്ത് വഴിയിലെവിടെയോ വീടുപോയ ശ്രീകുട്ടിയുടെ ആരോഗ്യനിലയെ പറ്റി തന്നെയാണ്. ഏറ്റവും അപകടകരമായ അവസ്ഥ ആ വീഴ്ചയ്ക്ക് ശേഷം തൊട്ട് അപ്പുറത്ത് കൂടി വന്ന മെമു ട്രെയിൻ, ആ ട്രെയിനിലുള്ള ആളുകൾ ശ്രദ്ധിച്ചതിന് ശേഷമാണ് ഈ ശ്രീകുട്ടിയെ പിന്നീട് ആശുപത്രി ഉൾപ്പെടെയുള്ള ആരോഗ്യ സംവിധാനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമായി വരികയാണ്. ഒന്നാലോചിക്കണം, എത്ര അരക്ഷിതമായ അവസ്ഥയിലൂടെയാണ് ഈ ജനറൽ കമ്പാർട്ട്മെന്റിലൂടെയൊക്കെ ആളുകൾ യാത്ര ചെയ്യുന്നത് എന്നതുകൂടി നമുക്ക് പറയേണ്ടി വരും. കാരണം ഒരു സുരക്ഷയുടെ ഏതെങ്കിലും ഒരു തരിമ്പുണ്ടായിരുന്നെങ്കിൽ ഇത്തരം ഒരു കാര്യം നടക്കില്ല സംബന്ധിച്ച ആശങ്ക വലിയ രീതിയിൽ തന്നെ ഉയരുന്നുണ്ട്. ഇന്നലെ പരിക്കേറ്റ ശ്രീകുട്ടിയെ തൊട്ടപ്പുറത്തു നിന്ന് വന്ന മെമു ട്രെയിൻ നിർത്തിയാണ് അതിൽ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. നമുക്ക് അവിടെ നിന്ന് RPFന്റെ ഒരു പ്രതികരണം ലഭ്യമായിട്ടുണ്ട്. ആ പ്രതികരണത്തിലേക്കൊന്ന് പോയി വരാം. പ്രതി വലിയ പ്രകോപിതനായിരുന്നില്ല ഇവിടുന്ന് കയറിയപ്പോൾ. ഇവിടുന്ന് കൊച്ചുവേളിയിൽ നിന്നെത്തിയ റെയിൽവേ പോലീസിന്റെ സംഘമാണ്. ആദ്യമായിട്ടാണ് നമ്മൾ ഇറക്കാൻ പോകുമ്പോഴേ കാണുന്നത്. നമുക്ക് അതിന് മുന്നേ ഒരു പരിചയമില്ല പ്രതിയായിട്ട്. ഇല്ല ഒന്നും നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. നമ്മൾ കുട്ടിയും പ്രതിയും സേഫായിട്ട് നമ്മുടെ സ്റ്റേഷനിൽ എത്തിച്ചത് അത്രേ നമുക്കറിയാം. പ്രതിയെ പിടികൂടിയ റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥരുടെ പ്രതികരണമാണ് നമ്മളിപ്പോൾ കേട്ടത്. രാഹുൽ ജിനാഥ് തുടരുന്നുണ്ട്. രാഹുൽ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ റെയിൽവേയിലെ സ്ത്രീ സുരക്ഷ സംബന്ധിച്ച് വലിയ ആശങ്ക വരുന്നൊരു ഘട്ടമാണ്. വർഷങ്ങൾക്ക് മുൻപ് നടന്ന സൗമ്യ സംഭവത്തിന്റെ സമയത്തൊക്കെ ഏറെ ചർച്ചയായതാണ് റെയിൽവേയിലെ ജനറൽ കമ്പാർട്ട്മെന്റുകളിലെ ലേഡീസ് കമ്പാർട്ട്മെന്റുകളിലെ ഒക്കെ സ്ത്രീ സുരക്ഷ സംബന്ധിച്ച വിഷയം. പക്ഷേ വർഷങ്ങൾക്ക് ഇപ്പുറവും അതിൽ യാതൊരു മാറ്റവുമില്ല എന്നുള്ളതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യം. അങ്ങനെ തന്നെയാണ്. കാരണം ഈ ലേഡീസ് കമ്പാർട്ട്മെന്റിൽ പലപ്പോഴും പോലീസിന്റെ സാന്നിധ്യം ഉണ്ടാകാറുണ്ട്. ജനറൽ കമ്പാർട്ട്മെന്റിൽ ഒരു പക്ഷേ യാത്ര തന്നെ ദുസ്സഹമാകുന്ന അല്ലെങ്കിൽ അത് പ്രശ്നമാകുന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ നമ്മൾ നൽകിയിട്ടുള്ളതാണ്. കാരണം ജനറൽ കമ്പാർട്ട്മെന്റ് ഡൽഹിയിൽ നിന്നുള്ള വണ്ടിയാണ്, ട്രെയിനാണ്. അതിൽ ജനറൽ കമ്പാർട്ട്മെന്റിൽ വലിയ തിരക്കുണ്ടാകും. ആളുകൾ എങ്ങനെയും വീട്ടിലേക്ക് എത്താൻ സാധാരണക്കാർ ആശ്രയിക്കുന്ന ഒരു പൊതുഗതാഗത സംവിധാനമാണ്. അവിടേക്കാണ് ശുചിമുറി ഉപയോഗിച്ച് തിരിച്ചു വരുമ്പോൾ ഒരാൾ ഇത്തരത്തിൽ മദ്യപിച്ച് നിൽക്കുന്നതിന്റെ ഭാഗമായി ഏകപക്ഷീയമായ അതിക്രമത്തിലേക്ക് കടക്കുന്ന ഒരു ഘട്ടം എത്തുന്നത് ഞാൻ സൂചിപ്പിച്ചതുപോലെ, അല്ലെങ്കിൽ ഹിമ സൂചിപ്പിച്ച ആശങ്ക പോലെ അവിടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ആ സുരക്ഷ നൽകാൻ ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ അത്തരമൊരു മനോഭാവത്തിലേക്ക് ആളുകൾ പോകില്ലായിരുന്നു, അല്ലെങ്കിൽ ഈ പ്രതി പോകില്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി സൂചിപ്പിക്കാനുള്ളത്. ആ പരിഭ്രമം, അതായത് പലതവണ അവർ യാത്ര ചെയ്തിട്ടുള്ളതാണ്. ആലുവയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കാണ് അവർ രണ്ടുപേരും വരുന്നത്. അപ്പോൾ ആ പരിഭ്രമമുണ്ട്. അവരിങ്ങനെ അപകടം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല, സുരക്ഷിതമായി പോകാമെന്ന് പ്രതീക്ഷിച്ചതാണ്. ഒപ്പം നിന്ന ആളാണ് ഇങ്ങനെ ട്രെയിനിന് പുറത്തേക്ക് തെറിച്ച് വീഴുന്നത്. ആ പരിഭ്രമമൊക്കെ ഈ ശ്രീകുട്ടിയുടെ ഒപ്പം ഉണ്ടായിരുന്ന സുഹൃത്തിന്റെ പ്രതികരണത്തിൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ അരക്ഷിതമായ അവസ്ഥ മാറണം എന്നുള്ളത് വീണ്ടും അത് ഉയർത്തിക്കാട്ടുന്ന ഒരു ആവശ്യമായി ഉയർത്തിക്കാട്ടുന്ന ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും വലിയ അപകടത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. നിലവിൽ അത്തരമൊരു
വരിയാണ് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത് മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തുനിന്ന്. കാരണം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അറിയാൻ കഴിയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വെന്റിലേറ്ററിന്റെ സഹായം ഒഴിവാക്കിയിട്ടുണ്ട്. ആരോഗ്യനില അത് തൃപ്തികരമായ നിലയിലാണ് ഇപ്പോൾ എന്തായാലും ഉള്ളത് എന്നുള്ള കാര്യമാണ്. ആരോഗ്യനില തൃപ്തികരമാണ് എന്നുള്ളത് ഏറ്റവും ആശ്വാസം നൽകുന്ന കാര്യമാണ്. ശ്രീകുട്ടിക്കൊപ്പം തന്നെ ഉണ്ടായിരുന്ന മറ്റൊരു യാത്രക്കാരിക്ക് നേരെയും പ്രതി അക്രമാസക്തനായി തള്ളിയിടാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഭാഗ്യം കൊണ്ടാണ് ആ പെൺകുട്ടി രക്ഷപ്പെട്ടത്.